Hello everyone, welcome back to Xylem Learning. It's me, Jamshad. നമ്മുടെ 3-wheeled revolution actually നമ്മുടെ ക്രിസ്മസ് എക്സാമിനുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ്. കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം എക്സാമിന്റെ റിസൾട്ട് വന്ന സമയത്ത് പലരും പറഞ്ഞിരുന്നു ഓണം എക്സാമിന് ഇംഗ്ലീഷ് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തവണ നമുക്ക് നേരത്തെ പഠിച്ചുകൊണ്ട് നമുക്ക് എന്താക്കാം, ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിന് അടിപൊളിയായിട്ട് പാസ്സാവാം. ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറഞ്ഞ മിനിറ്റ് കൊണ്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെറ്റാണോ? ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സെറ്റാക്കാം ഫുൾ ചാപ്റ്റർ വിത്ത് എക്സ്പെക്റ്റബിൾ ഡിസ്കോഴ്സസ്, ആക്ച്വലി ക്വസ്റ്റ്യൻസ് ഫ്രോം ദിസ് ചാപ്റ്റർ പറയാൻ പോവുകയാണ്. നോക്കിക്കോ, എ 3-wheeled revolution എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരും ഇർഫാൻ അലാമിന്റെ സമ്മാൻ ഫൗണ്ടേഷൻ ആണ് മുച്ചക്ര വിപ്ലവം. 3 ചക്രമുള്ള ഈ ഒരു വാഹനം റിക്ഷ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, കിടിലനാക്കിയിട്ട് ബിസിനസ് രംഗത്തേക്ക് ഇറക്കിയിട്ടുള്ളതാണ്. ഒരു സോഷ്യൽ വെഞ്ചർ ആയിട്ട് ഇറക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഇർഫാൻ അലാം. അവരും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ആക്ച്വലി കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആൻസർ ഉണ്ടാവും. അതിന്റെ ഒരു സമ്മറിയാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ സമ്മറി പഠിക്കുന്നതോട് കൂടിയിട്ട് ആ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് കോർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. എന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏത് രൂപത്തിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താക്കും ലഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള മോസ്റ്റ് വാല്യബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. സെറ്റാക്കാം, പവറാക്കാം. നോക്കിക്കോ, ദാ പിടിച്ചോ. യെസ്, ഇന്റർവ്യൂ. ആ ഒരു ഇന്റർവ്യൂവിന്റെ കംപ്ലീറ്റ് ഇന്റർവ്യൂവിന്റെ സമ്മറി ഉണ്ട്. വലിയ ഇന്റർവ്യൂ ആണ്, പക്ഷെ അത് മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് ഒരു 4-5 സ്ലൈഡിൽ ഞാൻ സെറ്റ് ആക്കിയിട്ട് നോക്കാം. ഇർഫാൻ അലാം ഹാഡ് ദിസ് ഐഡിയ അറ്റ് ദ ഏജ് ഓഫ് 17 while traveling in a rickshaw. ഒരു റിക്ഷയിൽ ഇങ്ങനെ പോവുമായിരുന്നു. ഈ കാണുന്ന റിക്ഷയിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഒരു കിടിലൻ ഐഡിയ അദ്ദേഹത്തിന്റെ മൈൻഡിലേക്ക് വന്നത്. എന്തായിരുന്നു? The revolution that began with a profit of 8 rupees now earns a net profit of 8 lakh rupees. എന്റെ മോനെ, 8 രൂപ ലാഭത്തിനാണ് അദ്ദേഹം ഒരു പരീക്ഷണാർത്ഥം അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ ഐഡിയ വെച്ച് 8 രൂപ ആയിരുന്നു ആദ്യത്തെ ലാഭമെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് 8 ലക്ഷം രൂപ ലാഭം, പ്രോഫിറ്റ് ആണ്. പക്ഷേ റവന്യൂ ഓഫ് 50 lakh rupees, 50 ലക്ഷം റവന്യൂ ഉണ്ട്. അതിൽ തന്നെ 8 ലക്ഷം ലാഭമായിട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ മോനെ, കിഡിലോസ് കിസാനം. He was keen on researching the rickshaw sector through his college days in Pondicherry. പോണ്ടിച്ചേരിയിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ +2 പഠിക്കുക, പക്ഷേ നമ്മൾ ആ +2 ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം ഡിഗ്രി ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു സംഭവമായിട്ട് റിസർച്ച് ചെയ്യുന്നു. അതിലേക്ക് ആ ഒരു ബിസിനസ് രംഗത്തേക്കും കൂടെ ബിസിനസ് മാഗ്നറ്റ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Where he pursued a degree in master of foreign trade. ഫോറിൻ ട്രേഡിലാണ് അദ്ദേഹം മാസ്റ്റേഴ്സ് ചെയ്തത്, അതായത് PG ചെയ്തിട്ടുണ്ടായിരുന്നത്. In 2006, Business Bazigar, an Indian television show, initiated an entrepreneur hunt and invited emerging business ideas. അങ്ങനെ ഒരു പരിപാടി വെച്ച് ഏറ്റവും നല്ല ബിസിനസ് ഐഡിയ കൊണ്ടുവരുന്ന ആൾക്ക് ഇന്ന സമ്മാനം ഒക്കെ വെച്ചിട്ട് ബിസിനസ് ബാസികർ എന്നൊരു കിടിലൻ പരിപാടി വെച്ചു, ടെലിവിഷൻ പരിപാടി വെച്ചു. അതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ആശയങ്ങൾ ഇൻവൈറ്റ് ചെയ്തു. എന്നിട്ടോ സ്വാഭാവികം നമ്മുടെ ഇർഫാൻ അലാമിനെ പറ്റിയാണല്ലോ പറയുന്നത്. മൂപ്പരുടെ കിടിലൻ ഐഡിയ ആണല്ലോ, മൂപ്പരെന്താക്കി അവതരിപ്പിച്ചു. അലാംസ് പ്ലാൻ വാസ്, എന്താണ് ഐഡിയ? ടു സിസ്റ്റമാറ്റൈസ് ദ റിക്ഷ ഇൻഡസ്ട്രിയെ കുറച്ചുകൂടി സിസ്റ്റമാക്കാം. നമ്മുടെ നാട്ടിൽ കുറേ ടാക്സികൾ ഉണ്ടായിരുന്നു, അതിനെ കുറച്ചുകൂടി സിസ്റ്റം ആക്കിയിട്ട് ഓല ക്യാബ്, അതുപോലെ തന്നെ പിന്നെ എന്താണ് ഊബർ ഒക്കെ ഉണ്ടാക്കിയില്ലേ. അതിൽ ആക്ച്വലി ഓലക്കും ഊബർക്കും സ്വന്തമായിട്ട് ഒരു ടാക്സി പോലും ഇല്ല. ഓൾറെഡി ഉള്ള ടാക്സി എന്താക്കി ഒന്ന് സിസ്റ്റമൈറ്റൈസ് ചെയ്തു, ആപ്പൊക്കെ വെച്ചിട്ട് സെറ്റാക്കി. അതുപോലെ ഈ ഓട്ടോറിക്ഷയല്ല, റിക്ഷകളെ, പുൾ റിക്ഷ, ഓക്കെ, പുൾ കാർ റിക്ഷ അങ്ങനെ പറയും, ഓക്കെ, ആ റിക്ഷകളെ ഈ സാധനം എന്താ ദിസ് വൺ, ഓക്കെ, ഈ ഒരു സംഭവത്തെ ഒന്ന് സിസ്റ്റമാറ്റൈസ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. ആൻഡ് ടേൺ ഇൻ ടു എ സക്സസ്ഫുൾ ബിസിനസ്. അതൊരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. റിക്ഷസ് were to be rebuilt so that the areas on the vehicles could solve for the marketing and branding. റിക്ഷ ഒന്നായിട്ട് മാറ്റി പണിയാൻ പോവാണ്. ഓൾറെഡി ഉള്ള റിക്ഷ, അവരുടെ കയ്യിലുള്ള റിക്ഷ ചെറുതായിട്ടൊന്ന് മാറ്റി പണിയും. എന്നിട്ട് അവിടെ കുറച്ച് സ്പേസ് ഉണ്ടാവും, അതൊക്കെ ബ്രാൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. ഇപ്പോഴത്തെ റിക്ഷകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഓട്ടോറിക്ഷയുടെ ബാക്കിലൊക്കെ പരസ്യം കാണാറില്ലേ, അതുപോലെ കിടിലനായിട്ടുള്ള ഇന്റർനാഷണൽ കമ്പനികളുടെയൊക്കെ ആഡ് നമ്മൾ എവിടെ കൊടുക്കും? റിക്ഷമേൽ കൊടുക്കും. Furthermore, മാത്രമല്ല, he stated that additional cash may be generated by selling passengers commodities like water, biscuits, newspaper. മാത്രമല്ല, ഓട്ടോറിക്ഷയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പുൾ റിക്ഷയിൽ എന്ത് വിൽക്കാൻ പറ്റും? ന്യൂസ് പേപ്പർ, വെള്ളം, ബിസ്ക്കറ്റ് പുറത്ത് തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും യാത്രയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വിറ്റിട്ട് അതിൻ്റെ ലാഭവും കൂടി നമുക്ക് എന്താക്കണം ഈ റിക്ഷ പുള്ളേഴ്സിന് കൊടുക്കാൻ പറ്റും, എക്സെട്ര. He won the show. ഈ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ അങ്ങോട്ട് ഈ ഒരു ബിസിനസ് ബാസികർ എന്ന് പറയുന്ന TV ചാനൽ അങ്ങോട്ട് വെച്ച് കൊടുത്തു. ആ ഒരു പ്ലാൻ അവതരിപ്പിച്ചു. ആൻഡ് വാസ് എന്നിട്ടുണ്ടാക്കി അദ്ദേഹം ആ ഷോ വിജയിച്ചു. അദ്ദേഹം വിന്നറായി. വാസ് ഗിവൺ 150 lakh ഇൻ സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ. ഈ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ക്യാപിറ്റൽ ഫണ്ടായിട്ട് 150 ലക്ഷം, 1.5 ലക്ഷമല്ല 150 ലക്ഷം.
കിൻ്റെ മോനെ 150 ലക്ഷം രൂപ എന്താക്കി അങ്ങോട്ട് പൈസ അങ്ങോട്ട് കിട്ടി. എന്നിട്ടോ he wanted to run some man as not profit organization but the organizers of the tea show did not agree to this model. അദ്ദേഹം പറഞ്ഞ ഇതൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് മാത്രമല്ല, ഒരു സോഷ്യൽ വെഞ്ചർ, സാമൂഹിക പരിഗണന അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരം കിട്ടുന്ന ഒരു പരിപാടിയാക്കി അങ്ങനെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഐഡിയ ആണ് അദ്ദേഹം അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ ടി വി ഷോക്കാർ പറഞ്ഞു 150 ലക്ഷം തന്നിട്ട് നീ സാമൂഹ്യ സേവനം ചെയ്യുമോ? എന്നോ അതിന് നമ്മൾ തരില്ല. സോ ഹി refused and seed capital. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട നിങ്ങളെ പൈസ, എൻ്റെ ബുദ്ധി, എൻ്റെ ആ ഒരു എൻ്റെ പ്രൊജക്റ്റ് ഞാൻ എടുത്തോളാം, നിങ്ങളെ പൈസ എനിക്ക് വേണ്ട, അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. സീഡ് ക്യാപിറ്റലൊക്കെ ഒഴിവാക്കി. It became a social concern when he learned more about the lives of rickshaw drivers. ആ റിക്ഷ ഡ്രൈവേഴ്സിനെ പറ്റി പഠിച്ചപ്പോൾ അവന്മാർക്ക് എന്തില്ല കാര്യമായി ഇവർ റിക്ഷ ഡ്രൈവേഴ്സ് അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരിതൊക്കെ വാടക എടുത്തിട്ടാണ് ഇവർ ഓടുന്നത്. ഓക്കെ, ആൻഡ് their hardship, അവരുടെ കഷ്ടതകളെ കണ്ട സമയത്ത് ഇതൊരു സാമൂഹിക പദ്ധതിയാക്കി മാറ്റാൻ നമ്മുടെ ഇർഫാൻ അലാം തീരുമാനിച്ചു. എന്നിട്ടോ ആസ് എ ഗ്രേറ്റ് ബിലീവർ ഓഫ് CK പ്രഹ്ലാദൻസ് തിയറി, CK പ്രഹ്ലാദൻ എന്ന് പറയുന്ന ആളുടെ തിയറിയിൽ വിശ്വസിച്ചുകൊണ്ട് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി? that firms may succeed by focusing on the bottom of the pyramid. പിരമിഡ് ഇല്ലേ, പിരമിഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പണക്കാർ, പിന്നെ പാവപ്പെട്ട, പിന്നെ അങ്ങനെ ഏറ്റവും പിരമിഡിന്റെ അടിയിലുള്ള ആൾക്കാരെ, വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കും എന്ന്. അതായത് അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഇറക്കി, അത് അവരാണ് കൂടുതൽ ഇന്ത്യയിൽ. ഓക്കെ, അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ പ്രഹ്ലാദന്റെ ഐഡിയ ആണ്, അത് ഫോക്കസ് ചെയ്തുകൊണ്ട് അത് വിജയിച്ചു. സോ സമ്മാൻ വാസ് ഫോംഡ് ഇൻ 2007 with the family and friends being the investors. അതിലെ ആദ്യത്തെ സമ്മാൻ തുടങ്ങിയത് 2007 അതിലെ ആദ്യത്തെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? അവരുടെ ഫ്രണ്ട്സ് ആണ്, അതുപോലെ തന്നെ ഫാമിലിയാണ്. ഓക്കെ, ദ ഓർഗനൈസേഷൻ ഹെൽപ്സ് ഡ്രൈവേഴ്സ് ഗെറ്റ് ദെയർ ഓൺ റിക്ഷാസ് ആൻഡ് ഇൻഷുറൻസ് ടു. സ്വന്തമായിട്ട് റിക്ഷ കിട്ടാൻ പോവുകയാണ്. ഇതുവരെ വാടക എടുത്തിരുന്ന റിക്ഷ പുള്ളേഴ്സിനൊക്കെ എന്ത് കിട്ടാൻ തുടങ്ങി? സ്വന്തമായിട്ട് റിക്ഷ കൊടുത്തു, അതുപോലെ തന്നെ ഇൻഷുറൻസ് കൊടുത്തു. ധാര് കൊടുത്തു, സമ്മാൻ ഫൗണ്ടേഷൻ കൊടുത്തു. എന്നിട്ടോ along with this they also advertise for brands and sell simple items to passengers. അഡ്വർടൈസിങ്, വലിയ ബ്രാൻഡുകളുടെ അഡ്വർടൈസ്മെന്റ് അവരുടെ റിക്ഷയിൽ കൊടുക്കും. അത് മാത്രമല്ല സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, വെള്ളം, വാട്ടർ ബോട്ടിൽ, അതുപോലെ തന്നെ ബിസ്ക്കറ്റ് തുടങ്ങിയിട്ടുള്ള ന്യൂസ് പേപ്പർ തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ എന്താകും ഈ വണ്ടിയിൽ, ഗ്രോസറി ചെറിയ ഐറ്റംസ് ഒക്കെ ഈ വണ്ടിയിൽ വെച്ച് വിൽക്കുകയും ചെയ്യും. ദി പ്രോഫിറ്റ് ഫ്രം their sales is split between them and സമ്മാനം ഇതിപ്പോൾ ഒരു പേപ്പർ വിറ്റിട്ട് അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ ഇട്ട് അല്ലെങ്കിൽ ഒരു പേരോ ഒരു എന്താ പറയുക ഒരു ഡസൻ വാട്ടർ ബോട്ടിൽ വിട്ടിട്ട് അല്ലെങ്കിൽ വാട്ടർ വിറ്റിട്ട് അവർക്ക് എന്ത് കിട്ടി? ഒരു 100 രൂപ കിട്ടിയാൽ 50 രൂപ ഡ്രൈവർക്കും അത് 50 രൂപ സമ്മാനം കിട്ടും. ചിൽഡ്രൻ ഓഫ് ദ ഓപ്പറേറ്റേഴ്സ് ആൻഡ് their spouse attended ഫ്രീ ഈവനിങ് ക്ലാസ് കോൾഡ് സമ്മാൻ ഗ്യാൻ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ ഡ്രൈവേഴ്സിൻ്റെ, ഈ റിക്ഷ പുള്ളേഴ്സിൻ്റെ വൈഫുമാർ, അതുവരുടെ മക്കൾ, ഇവർക്ക് വേണ്ടിയിട്ടൊരു കൂട്ടായ്മ, അവർക്ക് വേണ്ടി ക്ലാസ് കൊടുത്തിരുന്നു. എല്ലാം envisions rickshaws as the vehicles of the future. ഭാവിയുടെ വാഹനമാണ് റിക്ഷ. കാരണം ബിക്കോസ് ദേ ആർ എൻവിയോൺമെന്റ് ഫ്രണ്ട്ലി, വളരെ എൻവിയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. അതായത് ഈ ഒരു എന്തില്ല, ഈ നമ്മുടെ പ്രകൃതിക്കൊന്നും ഒരു പ്രയാസമൊന്നും ഉണ്ടാക്കാത്തൊരു വാഹനമാണ്. മറ്റുള്ളതാണെങ്കിൽ എമിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. ദേ R&D വിങ് ആക്ച്വലി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ഉണ്ടല്ലോ, ഈസ് വർക്കിംഗ് ഓൺ എ സോളാർ പവേർഡ് ഫൈബർ ഗ്ലാസ് റിക്ഷ. സോളാർ വെച്ചിട്ടുള്ള, ആക്ച്വലി അതും എന്താണ്, പ്രകൃതി രമണീയമായ അല്ലെങ്കിൽ എൻവിയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാഹനമാണ്. അങ്ങനത്തെ ഒരു വാഹനത്തെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അതിനെപ്പറ്റി എന്താക്കിക്കൊണ്ടിരിക്കുന്നത്, സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോബൽ പ്രൈസ് ല്യൂറിയേറ്റ് മുഹമ്മദ് യൂനിസ് ഇൻവൈറ്റഡ് ഇർഫാൻ അലാം ടു ബംഗ്ലാദേശ്. ഇവിടെ ബംഗ്ലാദേശിലെ നോബൽ പ്രൈസ് കിട്ടിയുള്ള ആളാണ് മുഹമ്മദ് യൂനിസ്. മൂപ്പരെന്താക്കി, മോനെ ഇർഫാൻ അലാമേ ഞങ്ങളുടെ നാട്ടിലേക്ക് നീ വാ, ടു ഹെൽപ്പ് സെറ്റ് അപ്പ് എ സിമിലർ ഓർഗനൈസേഷൻ ഫോർ ദ റിക്ഷ വർക്കേഴ്സ്. അവിടെയുണ്ട് കുറേ റിക്ഷ വർക്കേഴ്സ്, അവർക്കും വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിരുന്നു. അത് മാത്രമല്ല എന്നിട്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് വരെ കമൻറ്റ് ചെയ്തിരുന്നു, നമ്മുടെ ചാപ്റ്ററിലുണ്ട്, ഞാൻ ചെയ്യുന്നതിനേക്കാളും ടഫറായിട്ടുള്ള ജോലിയാണ് മുത്തുമണി അലാമേ നീ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏതായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചാപ്റ്ററിന്റെ കൺക്ലൂഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. സോ നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഇതിന് ശേഷം എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഡിസ്കോഴ്സ് നമ്മൾ എന്താക്കും ഡിസ്കസ് ചെയ്ത് നോക്കിക്കോ. കൺക്ലൂഷൻ: an entrepreneur is someone who recognizes a business opportunity. നല്ലൊരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതകൾ, പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുന്ന ആളാണ്, ഒരു സാധ്യതകൾ കണ്ടെത്തുന്ന ആളാണ്. സാധ്യതകൾ കണ്ടെത്തിയാൽ മാത്രം മതിയോ? പോരാ. ആൻഡ് വർക്ക്സ് ഹാർഡ് ടു ടേൺ ഇറ്റ് ഇൻടു ബിസിനസ്. അതൊരു ബിസിനസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോഴാണ് ഒരു entrepreneur ആയി മാറുന്നത്. യൂത്ത് ആർ ഓഫൻ ഡിസ്യൂരഡ് ഫ്രം ടേക്കിംഗ് ദിസ് റൂട്ട്. ഈ ഒരു റൂട്ടിൽ നിന്ന് വഴി തിരിഞ്ഞു പോവുകയാണ് പലപ്പോഴും ഇപ്പോഴത്തെ യുവാക്കൾ. However, it is a moment to consider entrepreneurship as a career option. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു entrepreneurship എന്ന് പറയുന്ന ഒരു കരിയർ ആയിട്ട് കൊണ്ടുപോകണം.
ഓക്കെ, നമ്മുടെ MBA ഒക്കെ പോലെ ഒരു കരിയറായിട്ട് കൊണ്ടുപോകണം. ആസ് ഇറ്റ് മേ ബി എ വാല്യുബിൾ ഇൻസ്ട്രുമെന്റ് ഇൻ എ ഫൈറ്റ് അഗെയിൻസ്റ്റ് അൺഎംപ്ലോയ്മെന്റ് ഇൻ കൺട്രി. നമ്മുടെ നാട്ടിൽ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടൂളായിട്ട് നമുക്ക് എന്താക്കാം, ഇതൊരു കരിയറാക്കി മാറ്റിയാൽ കൊണ്ടുപോകാൻ പറ്റും. ഇറ്റ്സ് വൈറ്റൽ ടു ഡ്രീം ബട്ട് ഇറ്റ്സ് ഓൾസോ ക്രിട്ടിക്കൽ ടു ടേക്ക് മെഷേർഡ് റിസ്ക് ഇൻ ഓർഡർ ടു റീച്ച് യുവർ ഗോൾസ്. നമ്മളെന്താണ്, സ്വപ്നം കാണാൻ വളരെ ഈസിയാണ്, പക്ഷെ നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി, നമ്മുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണ്, വളരെ മെഷേർഡ് ആയിട്ടുള്ള ഉറപ്പായ റിസ്കുകൾ നമ്മൾ എടുക്കേണ്ടിയിരിക്കും. ആദ്യം തന്നെ അദ്ദേഹം ഇൻവെസ്റ്റേഴ്സിനെ, ഫ്രണ്ട്സിനെയും ഫാമിലിയെ കൂട്ടി, അതങ്ങാൻ പൊട്ടിയെങ്കിൽ ഫ്രണ്ട്സും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഫാമിലി ഉണ്ടാവില്ല. സപ്പോർട്ട് ഉണ്ടായേക്കാം, പക്ഷേ ആകെ സപ്പോർട്ട് കിട്ടേണ്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിന്ന് പണം വാങ്ങി മുങ്ങിക്കഴിഞ്ഞാൽ കിടിലൻ തീരുമാനമായിരിക്കും. പക്ഷേ നമ്മൾ എന്താക്കണം, നമ്മൾ റിസ്കുകൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ലക്ഷ്യങ്ങൾ, വലിയ വലിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ താണ്ടാൻ പറ്റുള്ളൂ. നമുക്ക് സെറ്റാക്കാം. ഇത് ചാപ്റ്റർ പഠിക്കുന്നതിൽ മാത്രമല്ല, നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എടുക്കുകയാണ്. ഇതിൻ്റെ ഡിസ്കോഴ്സ് പറയാൻ പോവാണ്. സോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സെറ്റാക്കുക, പവറാക്കുക. നോക്കിക്കോ, ദാ പിടിച്ചോ, കഴിയാൻ പോവാണ് ഒരു ഫസ്റ്റത്തെ ആക്ടിവിറ്റിയാണ് നമുക്ക് കൊടുത്തുള്ളത്, ഇമെയിൽ റൈറ്റിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഇർഫാൻ അലാമിൻ്റെ ഇങ്ങനെ ഒരു ഇമെയിൽ റൈറ്റിംഗ് ഒരു ആക്ടിവിറ്റി കൊടുത്തത് കൊണ്ട് തന്നെ ഇനി വരുന്ന എക്സാമിൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ഒരു എന്തെന്ന് പറയുന്നത്, ഇമെയിൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമാറ്റ് പഠിച്ച് വെച്ചാൽ മതി. ഇതാ പിടിച്ചോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഇമെയിൽ, ഇതോടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ R&Ding നമ്മുടെ ഫൈബർ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്താക്കുന്നുണ്ട്, പുതിയൊരു ഓട്ടോറിക്ഷ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യണം. അതിന് നമ്മൾ സജഷൻ ചെയ്യണം. എന്ത് സാധനമായാലും നമ്മളൊരു ഇമെയിൽ എഴുതുന്ന സമയത്ത് അതിന് വേണ്ട സെറ്റപ്പുകൾ പറയാൻ പോവാണ്. ഒരു ഇമെയിൽ എഴുതുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇതാ പിടിച്ചോ. ഒരു ഫോർമാറ്റ്, 2 ഫോർമാറ്റ് കാണിച്ചു തരാം. ഒരു ഫോർമാറ്റ് നമ്മൾ ഇമെയിൽ എഴുതുന്ന സമയത്ത് കമ്പ്യൂട്ടറിലായിരിക്കും അല്ലെങ്കിൽ മൊബൈലിലായിരിക്കും. അതിലൊരു ഫ്രം അഡ്രസ്സ് ഉണ്ടാവും, ടു അഡ്രസ്സ് ഉണ്ടായിരിക്കും, CC ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു CC കൂടി ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മെയിൽ ID കൊടുക്കുക, നമ്മൾ മറ്റൊരു മെയിൽ ID കൊടുക്കുക. ആക്ച്വലി 2 എന്നുള്ളത് നമുക്ക് എന്താ കൊടുക്കും, R&D വിങ് ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തതാണ് സബ്ജക്റ്റ്. അതുപോലെ തന്നെ സാല്യൂട്ടേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള ആ ഒരു കോണ്ടന്റ് ഉണ്ടായിരിക്കണം. അവസാനം ക്ലോസിംഗ് റിഗാർഡ്സ്. ഓക്കെ, വിത്ത് റിഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്താൽ മതി. ഇവിടെ സിഗ്നേച്ചർ ഫയൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവർ എക്സാക്റ്റ് മെയിൽ ആകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മെയിൽ അയക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഓട്ടോമാറ്റിക് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തത്. ഇത് നമുക്ക് എന്താക്കണമെന്നില്ല, എക്സാമിന് ആവശ്യമില്ല. കറക്റ്റ് ഒരു സാധനം അവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഇവിടെ ഒരു എക്സാം ഒരു ക്വസ്റ്റ്യൻ കൊടുത്തതാണ്. ഒരു സെമിനാറിന് വേണ്ടിയിട്ട് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ഓക്കെ, ഇവിടെ ഒരു 2 അഡ്രസ്സ് കൊടുത്തു. ആർക്കാണോ നമ്മൾ അഡ്രസ്സ് അയക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പേര്, റിസീവേഴ്സ് മെയിൽ ID നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കണം. CC ഉണ്ട്. CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പിയാണ്, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അത് അങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, ഇതുപോലെ തന്നെ സബ്ജക്റ്റ് എന്താണ് വിഷയം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഗ്രീറ്റിംഗ്സ് പറഞ്ഞു കൊടുക്കുക. ഗ്രീറ്റിംഗ്സ് മിക്കവാറും സർ അല്ലെങ്കിൽ മാം എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ എന്നിട്ട് എന്താണോ പറയാനുള്ളത്, നിങ്ങൾക്ക് കുറേ സജഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു സംഭവങ്ങൾ ഈ ഒരു ഏരിയയിൽ പറഞ്ഞു കൊടുക്കുക. സിമ്പിൾ, ചെറിയൊരു സാധനം മതി. എന്നിട്ട് അവസാനം ക്ലോസിംഗ്, താങ്ക് യു സെക്രട്ടറി നേച്ചർ ക്ലബ് എന്നാണ് ഇവിടെ ഉള്ളത്. കാരണം ഈ ഒരു ക്വസ്റ്റ്യനിൽ അതാണുള്ളത്. ആ ക്വസ്റ്റ്യന് യോജിച്ചതായിട്ടുള്ള ഒരു ക്ലോസിംഗ് കൊടുക്കുക, സെറ്റാക്കുക. അതുപോലെ തന്നെ സൈനും കാര്യങ്ങളൊന്നും ഇല്ല. ഇതോടുകൂടി നിങ്ങളുടെ എന്ത് സെറ്റായി, നമ്മുടെ ഇമെയിൽ റൈറ്റിംഗ് പവർ ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ദാ പിടിച്ചോ. ഫ്രം അഡ്രസ് abcd@gmail.com. ഏതെങ്കിലും ഒരു മെയിൽ ID കൊടുക്കുക. ഫ്രമിനവിടെ കാലിയാക്കി ഇടരുത്. ഫ്രം എഴുതിയിട്ട് ഏതെങ്കിലും മെയിൽ ID കൊടുക്കുക. ടു irfanalam@gmail.com, qmail.com എന്നൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് മാറിപ്പോയതാണ്. CC വെറുതെ അവിടെ എഴുതിയിട്ടാൽ മതി. സബ്ജക്ട് സജഷൻ ഫോർ ന്യൂ റിക്ഷ മോഡിഫിക്കേഷൻ. എന്നിട്ട് സാല്യൂട്ടേഷൻ കൊടുത്ത കണ്ടോ, സാല്യൂട്ടേഷൻ ഡിയർ ഇർഫാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ഭാഗം നമ്മുടെ സജഷനാണ്. ഇത്രയും ഭാഗം നമ്മൾ കൊടുക്കുന്ന സജഷനാണ്. A കൊടുത്തിട്ടുണ്ട്, B കൊടുത്തിട്ടുണ്ട്, C കൊടുത്തിട്ടുണ്ട്, സജഷൻ കൊടുക്കുന്നു. എന്നിട്ട് അവസാനം ക്ലോസിംഗ് ആണ് കണ്ടോ, വിത്ത് ബെസ്റ്റ് റിഗാർഡ്സ്. ക്ലോസിംഗും കഴിഞ്ഞ് നമ്മളെ പേരും കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു മെയിൽ ID, ഇമെയിൽ റൈറ്റിംഗ് സെറ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ബോക്സും വരയ്ക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ്, ഇങ്ങനെ ഒരു ബോക്സ്, ഇങ്ങനെ ഒരു ബോക്സ് ഒക്കെ വരച്ച് കഴിഞ്ഞാൽ കിടിലനായിരിക്കും. അതോട് കൂടിയിട്ട് 8 മാർക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ എന്ന് പറയുന്നത്. സെറ്റാക്കണം, പവറാക്കണം. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. മാത്രമല്ല ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റബിൾ ആയിരിക്കും. ഏതൊരാളോടും ഇന്റർവ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചാപ്റ്ററിൽ പല ആൾക്കാരോടും, ഇനി ദീദി എന്ന് പറഞ്ഞ മറ്റൊരു ചാപ്റ്റർ വരാനുണ്ട്, അങ്ങനെ പല ആളോടും ഇന്റർവ്യൂ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വരും. അത് ആരോട് ചോദിച്ചാലും ചോദിക്കാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉള്ള മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തൊരു കോണ്ടന്റ് വീഡിയോസ് ആണ് നമുക്ക് ആക്ച്വലി ഈ ഒരു ചാനലിൽ വേണ്ടത് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, ഹൗ വാസ് ഇറ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ യൂസ്ഫുൾ ആണോ, എന്നിട്ട് അതുപോലെ തന്നെ ഈ നിങ്ങളുടെ സജഷനും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്താക്കുന്നത് നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഏതായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സൂപ്പർ കിങ്സിന്റെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ കാണുന്ന നമ്പറിൽ
കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താകും നമ്മുടെ അഡ്മിഷൻ ജോയിൻ ചെയ്യുക. എല്ലാവരും പവർ ആക്കുക. നിങ്ങൾക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റായിട്ട് സൈലം നൽകുന്നുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യുക. പവർഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻസ്, അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, നോട്ട്സ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നമ്മുടെ ആപ്പിലുണ്ട്. നമ്മുടെ ആ ഒരു നമ്പറിൽ വിളിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ ലൈവ് ക്ലാസ്സുകളുടെയൊക്കെ നോട്ട്സ് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു QR കോഡ് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ജസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഗാലറി പോയിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റൊരു ഫോണിൽ ഇത് പോസ് ചെയ്തിട്ട് സ്കാൻ ചെയ്താൽ മതി. സെറ്റാക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. കമന്റ് ബോക്സ് യൂസ് ചെയ്യുക. ലെറ്റ്സ് സീ അനദർ വീഡിയോ വിത്ത് അനദർ സെഷൻ. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ. താങ്ക് യു ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് വെച്ചോ, പവർ ആക്കിയോ.